ഹായ് സുഹൃത്തുക്കളെ, ഞാനൊരു പെട്രോൾ പമ്പ് കാണിച്ചു തരാം. കൊൽക്കത്തയിൽ നിന്ന് ഒരു 220 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ട് ഏകദേശം ബംഗ്ലാദേശ് ബോർഡറിലായിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പെട്രോൾ പമ്പ് കാണാൻ കിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, പെട്രോളും ഡീസലും ഒക്കെ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ നാട്ടിലിങ്ങനെ കിട്ടുമോ റോഡ് സൈഡിൽ? ഇത് ഇവിടുത്തെ പെട്രോൾ പമ്പാണ്. എല്ലാ അളവിലുള്ള കുപ്പിയിൽ നിറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. മണ്ണെണ്ണ വരെ ഉണ്ട് ഇവിടെ, എല്ലാം കിട്ടും. ഇതുണ്ടോ, നമ്മളെ നാട്ടിൽ ഇങ്ങനെ കിട്ടൂല. നമ്മളെ നാട്ടിൽ കുപ്പിയിൽ പെട്രോൾ വാങ്ങാൻ പോയാൽ തന്നെ ഓടിക്കും. കുപ്പിയിൽ തരില്ല എന്ന് പറയാം പമ്പിൽ ചെന്നാൽ. ഇവിടെ അതിനൊന്നും ഒരു വിഷയമല്ല. കണ്ടോ, റോഡ് സൈഡിൽ ഇങ്ങനെ കുപ്പിയിൽ നിറച്ച് വെക്കാം. നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് ചോദിച്ചാൽ അത് അവരിങ്ങ് തരും. നല്ല സുഖമുള്ള പരിപാടി. കാരണം എണ്ണ തീർന്നാൽ ബുദ്ധിമുട്ടില്ല. നമ്മളെ നാട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മളിവിടുന്ന് വ്യത്യാസമായിട്ട് കണ്ടോ, ജീവനുള്ള മീനിനെ തല്ലി ശരിയാക്കിയിട്ടാണ് ഇവിടെ കൊടുക്കണത് കേട്ടോ. ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് മീനെ അതിനപ്പം തല്ലി റെഡിയാക്കിയിട്ട് തരും. ഈ ഒരു മീനിന് എന്ത് വില വരും നിങ്ങൾക്കറിയോ? ഇത് ഇത്രയേ ഉള്ളൂ സാധനം കേട്ടോ. ആ ഒരു മീനിൻ്റെ വില 1000 ഉറുപ്പ്യാണ്. ഇതാണ് ഇലീഷിനെ ചെയ്യാം. ഇലീഷ് എന്ന് പറഞ്ഞൊരു മീനാണത്. ഇതിന് 1000 രൂപയാണ് ഇപ്പോൾ ആ ഒരു ചെറിയ മീനിന് വില. നമ്മളവിടെ ഒന്നും ഉണ്ടാവില്ല. കാരണം 1000 ഉറുപ്പ്യ കൊടുത്തിട്ട് ഇപ്പോൾ ഇത്ര ചെറിയൊരു മീനാരെയും വാങ്ങി തിന്നോ. ഇവിടെ കണ്ടോ, നല്ല ബീഫ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ 250 ഉറുപ്പ്യുള്ള വില. നമ്മുടെ നാട്ടിലാണെങ്കിൽ 350 കൊടുക്കണം. എല്ലില്ലാതെ ആണെങ്കിൽ 380. ഇവിടെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ ഉണ്ട് കുറേ ഇതുപോലെ അറുത്തിട്ട്. ബീഫ് വാങ്ങാനും മീൻ വാങ്ങാനൊക്കെ ഇവിടെ തന്നെ കേട്ടോ ലാഭം. 250 ഉറുപ്പ്യുള്ള കിലോ. കൊൽക്കത്തയിൽ വന്ന് നിന്നപ്പോൾ രാവിലെ കേട്ടോ 4:30-5 മണിക്കാണ് ഇറങ്ങിയത്. ഇവിടെ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും നമ്മുടെ സുഹൃത്തും കൂടി ഇങ്ങനെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഫസ്റ്റ് യാത്ര നമ്മളെ വയനാട് പോലെ തന്നെ കേട്ടോ. നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലം. ഇവിടുത്തെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ആടും അതുപോലെ പശുക്കളും ഉണ്ട്. അതില്ലാത്തൊരു പരിപാടി ഇല്ല. പിന്നെ എന്തൊക്കെയോ കൃഷികളൊക്കെ കാണുന്നുണ്ട്. നല്ല വെള്ളക്കെട്ട്. നമ്മൾ ഏകദേശം വയനാടിൻ്റെ ഒരു ലുക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ പോലീസിനെ പേടിക്കണ്ട, ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ട് പോകണമെന്നില്ല. അങ്ങനെ ഒരു സുഖമുണ്ട്. ഇത് കൽക്കത്തയിൽ നിന്നാണ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നമ്മളെ വയനാട് പോലീസുകാർ നമുക്കിട്ട് പണി തരാൻ നിൽക്കണ്ട. ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇങ്ങനെ കാണിക്കും. കൊൽക്കത്തയിൽ ഇവിടെ പ്രായമുള്ള ആളുകളൊക്കെ എന്താ സൈക്കിൾ കൊണ്ടാണ് യാത്ര. എൻ്റെ ബേക്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണലില്ല. എന്താ, നല്ല പ്രായമുള്ള ആളുകളൊക്കെ സൈക്കിളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. നല്ല കാലാവസ്ഥ കേട്ടോ. ഇപ്പോൾ ഇന്നലെ രാത്രി കൊൽക്കത്ത ടൗണിൽ വന്നിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല നമ്മളെ വയനാട് മോഡലൊരു സുഖമുള്ളൊരു കാലാവസ്ഥ.